എൻ്റെ കൊച്ചുമകൾ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ 5 കൊച്ചുമക്കൾ ഇപ്പം ജീവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം. പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളൊന്നും ഇതൊന്നും പ്ലാൻഡ് അല്ല, അതാണ്. പക്ഷേ നമ്മളൊക്കെ പണ്ടൊക്കെ പറയുമല്ലോ, കണ്ണ് ദാനം ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ യാദൃശ്യമായിട്ട് വന്നാൽ പോലും അങ്ങനെ നേരത്തെ തന്നെ ഇത് സമ്മതപത്രം കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നമ്മൾ മുൻകൂട്ടി കരുതിയതല്ല. കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളോട് പ്രതികരിക്കുന്നവരും ഞങ്ങളോട് സൗഹൃദം പങ്കിടുന്നവരും പറയുന്നത് കേട്ടാൽ ഇത് വലിയ സംഭവമാണ്, വലിയ സംഭവം തന്നെയാണെന്ന് ഞങ്ങളും കരുതുന്നു. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, എൻ്റെ കൊച്ചുമകൾ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ 5 കൊച്ചുമക്കൾ ഇപ്പം ജീവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം. മകനും മരുമകളും കൂടിയാണോ ഇത് അങ്ങേ അറിയിച്ചത് ഈ തീരുമാനം? ഇത് ഏതാണ്ട് തിരുവല്ലയിൽ നിന്ന് കൊണ്ടുപോകുമ്പം തന്നെ ഭാവി കുഴപ്പത്തിലാണെന്നാണ് ഞങ്ങൾ കരുതിയത്. അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത്. ഹോസ്പിറ്റലിൽ ചെന്ന് അവരും ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു. മനുഷ്യന് സഹജമായ എല്ലാം ചെയ്തു, സാധ്യമായതെല്ലാം ചെയ്തു. അവിടുന്ന് പോകുമെന്നുള്ള ഉറപ്പായി. ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് എന്നോടും പറഞ്ഞത് ഞങ്ങൾ പരിശ്രമിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഏതാണ്ട് കൺഫേം ചെയ്തു. പക്ഷെ അത് അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രോട്ടോക്കോളുകളുണ്ട്. തിരിച്ചു വരില്ലെന്നുള്ള 100%. ഡോക്ടർ സുഹാസ് എന്ന് പറഞ്ഞ അവിടുത്തെ പീഡിയാട്രിക് ICUവിലെ സീനിയർ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ അത് കൺഫേം ചെയ്യുന്നതിൻ്റെ നടപടികളുണ്ട്. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പം മകൻ എന്നെ വിളിച്ച് ചോദിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക്. ഞാനും അരുണും ഷെറിനും അവർ ചോദിക്കുന്നു, ഇങ്ങനെ ഓർഗൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞത് കൊടുക്കുക. പിന്നെ ഞാൻ ഓർത്തു, ചില ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇതിനിടയ്ക്ക് ഈ ഓർഗൻസ് ഒന്നും കൊള്ളത്തില്ല, കൊച്ചിൻ്റെ മുഴുവൻ പോയി എന്ന് പറഞ്ഞാൽ. അത് എണ്ണി പറഞ്ഞു, ഓർഗൻസിൻ്റെ പേര് സഹിതം എണ്ണി പറഞ്ഞു. പക്ഷേ ഇത് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. കൊടുക്കാൻ തീരുമാനിച്ച പിന്നെ കൊടുക്കുക. അത് അവർക്ക് സന്തോഷമായിട്ടാണല്ലോ എടുക്കുന്നത്. ഇപ്പം എന്തായാലും അത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾക്ക് കുടുംബമായിട്ട് നാടിന് എല്ലാം ദുഃഖമുണ്ട്. ആ ദുഃഖം ഒരു സന്തോഷമായിട്ടാണ് സത്യത്തിൽ ഇപ്പം അനുഭവപ്പെടുന്നത്. ഈ സംസ്കാര ചടങ്ങുകളുടെ കാര്യം കൂടി പറയാം. ഇപ്പം നമ്മുടെ മല്ലപ്പള്ളിയിലുള്ള ജോർജ് മാത്തൻ ആശുപത്രിയിലാണ് കുഞ്ഞിനെ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടുന്ന് നാളെ രാവിലെ ഒരു 6:30 അവിടുന്ന് എടുത്തിട്ട് അവിടെ പോർച്ചിൽ തന്നെ, അവിടെ ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഒരു അരമണിക്കൂർ മകളുടെ വീട് ഉൾപ്പെടുന്ന ഇടവക നടത്തുന്ന ആശുപത്രിയാണ്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി ഒരു അരമണിക്കൂർ അവിടെ വെച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുവരുന്നു. 7:30 ആകുമ്പം ഇവിടെ വീട്ടിലെത്തിക്കാനാണ് പരിപാടി. അത് കഴിഞ്ഞ് 2:30 ഇവിടെ CSI സമുദായത്തിൻ്റെ ആചാരപ്രകാരമുള്ള ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കും. അവിടുന്ന് 2:30 ആകുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്ത് തന്നെയാണ് നെടുങ്കാണ്ടപ്പള്ളി സെൻറ് തോമസ് CSI ചർച്ച്. അവിടെ നിന്ന് 2:30 സർവീസ് അവിടെ കൊണ്ടുവന്നിട്ട് 2:30 അവിടെ പള്ളിയിലെ പൊതുദർശനം വെക്കാമെന്നാണ് ഞങ്ങളുടെ ഇടവുകാരി അറിയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 3:30 1 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ട് 3:30 സംസ്കാര ശുശ്രൂഷ ആരംഭിച്ച് 5 മണിക്ക് കഴിയത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പള്ളിയും ഇടവകാംഗങ്ങളും പൊതുസമൂഹം എല്ലാം കൂടി ചേർത്തിട്ടുള്ള തീരുമാനമാണ്.